ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുപ്പ സ്ക്രീൻഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ നാളത്തെയും അതുപോലെ അടുത്ത ആഴ്ചയിൽ വരുന്നതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. നമ്മൾ ഈ ചാനലിൽ തന്നെ മഴതോറും മുമ്പേയും കൃത്യം 6 മണിക്ക് വൈകിട്ട് നമ്മുടെ സാന്ത്വനം 2ൻ്റെ പ്രൊമോ ഇടുന്നുണ്ട്. കുറച്ച് ദിവസം ഒരു ഇച്ചിരി സ്ലോയിലായിരുന്നു സാന്ത്വനം, പക്ഷേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഓരോ എപ്പിസോഡും പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 സീരിയലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ടോട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഒരു തീരുമാനം എടുക്കുകയാണ് അലീനയുടെ കാര്യത്തിൽ. കാര്യം വേറൊന്നുമല്ല, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമായിരുന്നു വൈജയന്തി ഒത്ത് ആഗ്രയിലുണ്ടായിരുന്ന ആ നിമിഷങ്ങൾ. അപ്പോൾ അതിൽ തനിക്കും വൈജയന്തിക്കും പിറന്ന കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് സ്റ്റാൻലിക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ഈ കേസിലുണ്ടല്ലോ, നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടുകാരും അതുപോലെ തന്നെ വൈജയന്തിയുടെ വീട്ടുകാരും കൂടെ ഒത്തുചേർന്ന് തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും ജീവിതം 2 രീതിയിലോട്ട് എത്തിച്ചത്. കാരണം വൈജയന്തി ഹിന്ദു, സ്റ്റാൻലി ക്രിസ്ത്യനുമാണ്. അപ്പം വീട്ടുകാർ തമ്മിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങ് പാടെ അകത്തി. കാരണം കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളൊരു കഥ ഈ 2 ഫാമിലിയിലും പറഞ്ഞ് ഇവരെ 2 പേരെയും, സ്റ്റാൻലിയെയും വൈജയന്തിയെയും വിശ്വസിപ്പിക്കാൻ ഈ 2 കുടുംബക്കാർക്കും കഴിഞ്ഞായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതോടുകൂടി പിന്നെ സ്റ്റാൻലിക്ക് വൈജയന്തിയെക്കുറിച്ചുള്ള ഒരു വിവരമോ ഒന്നും തന്നെ പിന്നെ കിട്ടിയിട്ടുമില്ല. കുറേ അന്വേഷിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് പോലും വൈജയന്തിയെക്കുറിച്ച് കൊടുക്കാനും വൈജയന്തിയുടെ ഫാമിലി സമ്മതിച്ചിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും അലീനയുടെ കാര്യം വന്ന് പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ ചില കടുത്ത കാര്യങ്ങളാണ് സ്റ്റാൻലിയോട് പറഞ്ഞത്. അതായത് ഇത്രയും നാൾ 10-20 വർഷത്തോളം അവൾ ഒരു അനാഥാലയത്തിൽ വളർന്നു. ഇനി അവളെ ഒരു ഓർഫനായിട്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഒരു അച്ഛൻ എന്ന രീതിയിൽ ആ കുട്ടിക്ക് ഒരു പിതൃസ്ഥാനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ വിളിക്കുക എന്നാണ് പറഞ്ഞത് ബാലചന്ദ്രൻ. അപ്പോൾ അതനുസരിച്ച് സ്റ്റാൻലി നമ്മുടെ അവധക്കുട്ടി ചായനുമായിട്ട് ആലോചിച്ചു. അപ്പോൾ അവധക്കുട്ടി ചായൻ പ്രത്യേകിച്ച് അതിലേക്ക് നമ്മൾ തലയിടണോടാ, എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി വിട്ടാൽ പോരെ. പക്ഷെ സ്റ്റാൻലി അങ്ങനെയല്ല. തൻ്റെ മൂത്ത മകളാണ് അവൾ, തൻ്റെ രക്തമാണ് അവളിൽ ഓടുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൈയൊഴിയാൻ സ്റ്റാൻലിക്ക് എന്തോ ഒരു അച്ഛൻ എന്ന രീതിയിൽ ആ മനുഷ്യന് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ അവധക്കുട്ടി ചായൻ പറഞ്ഞു, നീ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ ചെയ്തോ, ഞാൻ അതിനൊപ്പം ഉണ്ട്. അങ്ങനെ സ്റ്റാൻലി നമ്മുടെ അലീനയെ കാണാനായിട്ടുള്ള യാത്ര തുടരാൻ പോവുകയാണ്. അതായത് തൻ്റെ മകളെ തൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരാം, ഒരു അച്ഛൻ്റെ എല്ലാ സ്ഥാനവും എല്ലാം കൊടുത്ത് തന്നെ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സ്റ്റാൻലി തീരുമാനിച്ചു. അപ്പോൾ അവധക്കുട്ടി ചായൻ അപ്പോൾ തീരുമാനങ്ങളൊക്കെ അറിയിച്ചിട്ട് അങ്ങ് നേരെ പോവുകയാണ്. അപ്പം അവധക്കുട്ടി ചായൻ ഒരു കാര്യം സ്റ്റാൻലിയോട് പറഞ്ഞു, നീ ചെന്ന് പടുകുഴിയിലൊന്നും ചെന്ന് ചാടാനായിട്ട് നിൽക്കരുത്. കാരണം അത് നിനക്ക് വലിയ വിന വരും. അതുകൊണ്ട് ആലോചിച്ച് ഓരോ കാര്യങ്ങൾ നീ ചെന്നാലും ചെയ്യാവൂ എന്നുള്ളത് അവധക്കുട്ടി ചായൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അലീനെ കാണാനുള്ള ആ ഒരു ഇതിൽ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ അവധക്കുട്ടി ചായൻ നമ്മുടെ ആൻ്റപ്പനോടും പൗലോസിനോടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, നമ്മുടെ സ്റ്റാൻലിയുടെ കാര്യത്തിൽ, ലാലിച്ചൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു പ്രത്യേക ശ്രദ്ധ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻ്റപ്പൻ ചോദിച്ചു, അല്ല സാറേ എന്താണാവോ പ്രത്യേകിച്ച്? ഇവിടെ ഒരു സാറ് വന്ന് പോയതിൽ പിന്നെ മുതലാളിക്ക് തീരെ ഒരു ഇതില്ല, എപ്പോഴും മദ്യപാനവും കാര്യങ്ങളൊക്കെയാണ്. അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ എന്ന് ചോദിക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ലെന്ന് നമ്മുടെ അവധക്കുട്ടി ചായൻ പറയാം. അഥവാ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവനും എനിക്കും കൈകാര്യം ചെയ്യാവുന്ന കേസൊക്കെ ഉള്ളൂ. നിന്നോടൊക്കെ അതല്ല പറഞ്ഞത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി നീയൊക്കെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അവധക്കുട്ടി ചായ നേരെ വീട്ടിലോട്ട് പോണത് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാൻലി നമ്മുടെ അലീനയെ തേടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അലീനയും ബാലചന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അലീന പറയുന്നുണ്ട്, അച്ഛാ ഇനിയിപ്പോൾ അവരെ കോള് നോക്കി നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒരു 10,000 രൂപയ്ക്കകത്തുള്ള ഒരു ചെറിയ ശമ്പളം കിട്ടണ ഒരു ജോലി ആയാലും മതി അച്ഛാ, എനിക്ക് എന്താ ചിലവ്, എവിടെ ചെന്നാലും എനിക്ക് സ്വർഗമാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ മോളെ, നിന്നെ അങ്ങനെ അങ്ങ് എനിക്ക് കൈയൊഴിഞ്ഞ് വിടാൻ പറ്റുമോ? നീ എൻ്റെ മകളല്ലേ, ഒരു അച്ഛൻ എന്ന രീതിയിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ
അപ്പോൾ അലീന പറഞ്ഞു, അല്ല അച്ഛൻ അതിനു വേണ്ടി പോയതാണല്ലോ, പക്ഷേ ഇത്രയും ദൂരെ അച്ഛൻ പോയി കഷ്ടപ്പെട്ട് ആക്കിയിട്ട് അവരുടെ ഒരു ഇതും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. അല്ല വരട്ടെ മോളെ, എന്തായാലും നീ ചിലപ്പോൾ നിൻ്റെ പോക്ക് 1-2 ആഴ്ചത്തേക്ക് നീട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ ഞാൻ എന്തായാലും കൈതക്കൽ വീട് വരെ ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കും. ഇപ്പം എന്തിനാ മോളെ അങ്ങോട്ട് പോണേ? ഒന്നുമില്ല, മുത്തശ്ശിയെ കാണണം, പിന്നെ മനുവേട്ടനെ കണ്ട് യാത്ര പറയണം, പിന്നെ എനിക്ക് ജന്മം നൽകിയ ആ സ്ത്രീയോട് എന്നെ ഇത്രയും മാനസികമായിട്ട് ഇത്രയും ആട്ടും തുപ്പും ഒക്കെ തന്ന ആ ഒരു അമ്മ, എൻ്റെ അമ്മയുടെ അമ്മയായിട്ടുള്ള ആ സ്ത്രീയെ എനിക്ക് അവസാനമായിട്ടൊന്ന് കണ്ട് ഒരു യാത്ര പറയാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കും, അതിനത് അർഹിക്കുന്നുണ്ടോ അവളെന്ന് ചോദിക്കും. അർഹിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു നോക്ക് അമ്മയെ കാണണം അച്ഛാന്ന് പറയാം. യാത്ര പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാനെന്ന് അലീന പറയുന്നുണ്ട്. ഓക്കെ മോളെ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ, നീ ചെല്ലുമ്പോൾ എന്തായാലും നല്ലതൊന്നും അവളുടെ വായിന്നും കമലയുടെ വായിന്നൊന്നും കേൾക്കില്ല. പിന്നെ നിൻ്റെ ഇഷ്ടമല്ലേ, നീ അതുപോലെ ചെയ്യുമെന്ന് പറയൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ബബിതയോടും കൃഷ്ണമോളുടെ അടുത്തൊക്കെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. എന്ത് ചെയ്യും, അലീന ചേച്ചി ഇങ്ങനെ പോവാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഇനി മുതൽ അലീന ചേച്ചി ഇല്ല, ഇനി അമ്മയാണ്, അമ്മയുടെ ഭരണമാണ്, പഴയതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതം എത്തിച്ചേരും എന്നൊക്കെ ഉള്ളൊരു പേടിയും ഭയവും ഒക്കെയാണ് രോഹിത്തിനും ബബിതയ്ക്കും അലീനയ്ക്ക് നമ്മുടെ കൃഷ്ണമോക്കും ഒക്കെ. അപ്പോൾ അലീന കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നും നമ്മൾ എന്ത് പ്രതിസന്ധികൾ വന്നിരുന്നാലും നമ്മളത് നേരിടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ 3 പേർക്കും തൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളാണ്. അവരച്ഛൻ്റെ അമ്മ നമ്മളെ ആ രീതിയിൽ കെയർ ചെയ്തില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അവർക്ക് അവരുടേതായ തിരക്കും കാര്യങ്ങളും കാരണം ചിലപ്പോൾ ആ ഒരിത് വന്നില്ല എന്ന് വരും. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റി സഞ്ചരിക്കാനോ ചിന്തിക്കാനോ പാടില്ല. പഠിക്കുക, നല്ല രീതിയിലെത്തുക, നല്ല നിലയിലാവുക, അച്ഛനും അമ്മയും സംരക്ഷിക്കുക, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ അലീന അവരെ പറഞ്ഞു മനസ്സിലാക്കി ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിൽ നമ്മുടെ അലീന പോകുന്നുണ്ട്. അപ്പോൾ അലീന വരുന്നത് ദൂരെ നിന്ന് തന്നെ നമ്മുടെ കമല കണ്ടായിരുന്നു. അപ്പോഴേക്കും കമല ഓടിച്ചെന്ന് നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ വൈജയ് ദേ വരുന്നുണ്ട് ആ നശിച്ചവൾ, ഈ വീട്ടിൽ അവൾ കാലെടുത്ത് കുത്തിയാൽ തന്നെ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റം പറഞ്ഞിട്ട് വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, വാ അവൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ വൈജയന്തി നോക്കിയപ്പോഴത്തേക്ക് ആൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വന്ന് ബെല്ലടിച്ചപ്പോൾ മനു ചെന്ന് ഡോറ് തുറക്കുകയാണ്. അങ്ങനെ ഡോറ് തുറന്നപ്പോൾ മനുവേട്ട ഞാനാന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മനു കയറി വരാൻ പറഞ്ഞ് അലീന അകത്തോട്ട് കയറുകയാണ്. ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ എല്ലാവരും ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി മനുവേട്ട, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. കയറി വാ എന്ന് പറയും. അപ്പോഴേക്കും കമല അങ്ങോട്ട് ചെല്ലും. അമ്മ ഒരു ചായ എടുത്ത് അലീനയ്ക്കെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പിന്നെ എനിക്കിപ്പോൾ ചായ എടുത്ത് കൊടുക്കലല്ലേ പണി, വേറെ പണിയുണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കമല കുറേ പറയണം കേട്ടോ. ഇവളെന്ന് എൻ്റെ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ ദോഷം, എൻ്റെ മോൻ പോയി കിടക്കുക ജയിലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയണം കേട്ടോ. എന്നിട്ട് അകത്തോട്ട് പ്രാഗി പറയണം കേട്ടോ. എന്നിട്ട് കമല അകത്തോട്ട് കയറി പോകും കേട്ടോ. ആ സമയത്ത് മനുവിന് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം ഇത്രയൊക്കെ ഒരു ആളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുക എന്ന് പറയുമ്പം എത്ര ഒരു ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ അമ്മ എന്നുള്ളത് മനു ചിന്തിക്കുകയാണ്. എന്നുവെച്ചാൽ ഇത്രയും എത്രയായാലും ഒരു പെൺകുട്ടിയല്ലേ, ഒരു വീട്ടിൽ വന്ന ആളല്ലേ, ഒരാളെടുത്ത് ഇത്രയും ഇതായിട്ട് ചീപ്പായിട്ട് സംസാരിക്കുന്ന അവസാനം അലീനയുടെ അലീനയ്ക്ക് ഒരു ഭാവമാറ്റം ഇല്ല കേട്ടോ. പക്ഷെ മനുവിന് വല്ലാത്ത പ്രയാസമായിപ്പോയി. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവൾ പോവാണ്, എൻ്റെ യാത്ര പറയാൻ വന്ന ആ പെൺകുട്ടിയോട് ഇത്രയും മോശമായിട്ട് എൻ്റെ അമ്മ പെരുമാറി എന്നത് ഓർത്തിട്ട് വല്ലാത്തൊരു പ്രയാസം തോന്നി. അങ്ങനെ മനു അമ്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ മാപ്പ് പറയാ അലീന, നീ ഒന്നും മനസ്സിൽ വെക്കണ്ട. അതൊന്നും സാരമില്ല മനുവേട്ടാ, ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ആൻറ്റിയുടെ വായിരിക്കുന്ന കേൾക്കുന്നതൊക്കെ, അതുകൊണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറയാം. മുത്തശ്ശി എവിടെയാന്ന്, മുത്തശ്ശി റൂമിലുണ്ടെന്ന് പറയാം, ഞാൻ ഒന്ന് മുത്തശ്ശി പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അലീന നേരെ മുത്തശ്ശിയുടെ അടുത്ത് സൗദാമിനി മുത്തശ്ശിയുടെ അടുത്ത് പോവാണ്. അപ്പോൾ അലീനയെ കണ്ടതും മുത്തശ്ശിയുടെ കണ്ണൊക്കെ അങ്ങ് നിറയാണ്. കാരണം മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അലീന ഇങ്ങനെ പോവാണ്. കാര്യം വേറൊന്നുമല്ല, അലീന എന്ന് ആ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് കാലെടുത്ത് മുറ്റത്തോട്ട് വെക്കുക, അന്നേ നമ്മുടെ വൈജയന്തി കാലെടുത്ത് അകത്തോട്ട് വെക്കുകയുള്ളൂ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ. അതാണ് ഡിമാൻഡ്.
അപ്പം എന്തായാലും അലീന പോകാൻ തീരുമാനിച്ച കാര്യമൊക്കെ മുത്തശ്ശി അറിഞ്ഞായിരുന്നു. മുത്തശ്ശിക്ക് അലീനയെ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. എനിക്ക് നിൻ്റെ കൂടെ വരണം എന്നൊക്കെ ഉണ്ട് മോളെ, പക്ഷേ എനിക്ക് എൻ്റെ പ്രായവും എൻ്റെ ആരോഗ്യവും വെച്ചിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ദിവസം പോലും നിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ കരയാണ്. കാരണം തൻ്റെ മകളുടെ മകളാണ്, ഒരു വേലക്കാരിയെ പോലെ സ്വന്തം അമ്മയായിട്ട് കൂടി അവളുടെ വായിരിക്കുന്ന എല്ലാം കേട്ട് പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുന്ന എൻ്റെ ആ ചെറുമകളുടെ സ്ഥാനമല്ലേ, സ്ഥാനമല്ല ചെറുമകളാണ്. മനുവിനെയും രോഹിത്തിനെയും ഹരിയെയും ഒക്കെ പോലെയുള്ള അതേ സ്ഥാനം തന്നെയാണ്. തൻ്റെ മകളുടെ മകളാണ് അവളെ തിരിച്ചറിയാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല. താനും അവളെ കുറേ ഒരു കുറ്റപ്പെടുത്തലുകളൊക്കെ പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഓർത്തിട്ട് സൗദാമിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അലീന ചോദിച്ചു, എന്തിനാണ് മുത്തശ്ശി വിഷമിക്കുന്നത്? അതെ, ഞാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതൊന്നും അല്ല കേട്ടോ. എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ ഓടി വരും മുത്തശ്ശീനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും സൗദാമിനെ മുത്തശ്ശിക്ക് ഭയങ്കര ഒരു വിഷമം കയറി വരാം കേട്ടോ. കരഞ്ഞ് വല്ലാത്തൊരിതാ വേണം. അതിനുശേഷം കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞ് കൃത്യമായിട്ട് അറിയില്ല, അച്ഛൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് മുത്തശ്ശി, എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പോയി അമ്മയൊന്ന് കണ്ടു വരട്ടെ എന്ന് പറഞ്ഞ് മേഡം എന്നാ പറയണേന്ന് തോന്നുന്നു കേട്ടോ, മേഡത്തിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവേണ്. അങ്ങനെ അലീന വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പം മാഡം, ഞാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നോട് പറഞ്ഞിട്ട് പോവാൻ നീ ആരാടി? എൻ്റെ മകളാണോ? അവൾ യാത്ര പറയാൻ വന്നിരിക്കുന്നു. നിൻ്റെ ആ ഒരു കാലെടുത്ത് ആ വീട്ടിൽ നിന്ന് വെളിയിലൊന്ന് വെക്കാവോ? എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനല്ല, അതിനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ആ ഇറങ്ങിയ വീട്ടിൽ എനിക്ക് വിജയിക്കണം. എന്നിട്ട് പട്ടിയെപ്പോലെ ഞാൻ അങ്ങനെ വരച്ച വരയിൽ ഞാൻ നിർത്തും, നീ കണ്ടോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലീന ഇങ്ങനെ കേട്ട് നിന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എന്തായാലും മേഡം അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിൻ്റെ ഒരു അച്ഛൻ നാണം ഉണ്ടോടി നിനക്ക്? വീട്ടുവേലക്കാരിയായിട്ട് വന്നിട്ട് ആ വീട്ടിലെ യജമാനനെ അച്ഛാന്ന് വിളിച്ച് നടക്കാൻ നീ എവിടെ പുഴുത്ത് ജനിച്ചതാടി എന്നും പറഞ്ഞിട്ട് കുറേ അങ്ങ് പറയണം കേട്ടോ. അലീന കടിച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ. ചങ്ക് പൊട്ടും കണക്കുള്ള ബുദ്ധിമുട്ടാണ് വൈജയന്തിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും. സ്വന്തം മകളെയാണ് ഈ പറയുന്നത് എന്നുള്ളത് വൈജയന്തിക്ക് അറിയില്ല, അത് ശരിയാണ്. പക്ഷെ ആ മകൾക്കറിയാം തൻ്റെ അമ്മയാണ് തന്നെ ഈ രീതിയിലൊക്കെ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ വൈജയന്തി ഇങ്ങനെ പ്രാഗം കണക്ക് പറയാനായിട്ടോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ല മാഡത്തിൻ്റെ ഒരു കാൽക്കുലേഷനാണ് മാഡം ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ അച്ഛനെ വരച്ച വരയിലൊക്കെ നിർത്തും എന്നുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡത്തിൻ്റെ അടുത്ത്, ഒരു 20-22 വർഷം മുന്നേ മാഡത്തിൻ്റെ ജീവിതം, മാഡം നടന്ന വഴികൾ മാഡത്തിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞതും വൈജയന്തിയുടെ മുഖം പെട്ടെന്നങ്ങ് മാറി. എന്താ ഈ പറയാൻ വരണത് എന്നുള്ളൊരു പേടി വന്നു കേട്ടോ. അല്ല, മാഡം ആഗ്രയിൽ ജീവിച്ചിരുന്ന ജീവിത രീതിയൊക്കെ മാഡം മറന്നുപോയോ എന്ന് അലീന ഇങ്ങനെ ചോദിക്കും. കൊള്ളം കണക്ക് തന്നെ ചോദിക്കുന്നത് കേട്ടോ. അന്ന് മാഡത്തിൻ്റെ ആ ജീവിതത്തിൽ മാഡത്തിനൊരു കുഞ്ഞ് ജനിച്ചു, അതൊക്കെ അറിയാവോ എന്ന് ചോദിച്ചു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം വൈജയന്തിയുടെ ഫുൾ റിലേ അങ്ങ് പോവുകയാണ്. ഈ സത്യങ്ങളൊക്കെ എവളെങ്ങനെ മനസ്സിലാക്കി? എന്നിട്ട് അലീന വിട്ടുകൊടുത്തില്ല. അലീന വീണ്ടും പറയുന്നുണ്ട്, അന്നൊരു കുഞ്ഞ് എൻ്റെ ഏകദേശ പ്രായമേ വരുള്ളൂ, ആ മകളുടെ ഒരു സ്ഥാനമെങ്കിലും എനിക്ക് മാഡത്തിന് തന്നൂടായിരുന്നോ? ഞാനൊരു അമ്മയുടെ സ്ഥാനമാണ് മാഡത്തിന് തരുന്നത്. പക്ഷെ പിന്നെ വൈജയന്തിക്ക് ഒന്നും പറയാനായിട്ട് നാവ് പൊങ്ങുന്നില്ല. കാരണം ആ മാതിരിയുള്ള ഒരു അടിയാണ് അലീനയുടെ വായിൽ നിന്ന് വൈജയന്തിക്ക് ചെവികളിൽ കേൾക്കാൻ പറ്റിയത്. കാരണം സ്വിച്ചിട്ടണക്ക് വൈജയന്തിയുടെ വായങ്ങ് നിന്നു. കാരണം അലീന പറഞ്ഞു, ആദ്യം സ്വയം വിലയിരുത്തണം. തൻ്റെ തെറ്റുകൾ, തൻ്റെ കുറവുകൾ, തൻ്റെ ജീവിതത്തിലെ പാളിച്ചകൾ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ. മാഡം കുറേ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ ഏതോ ഓടയിൽ അഴുക്ക് ചാലി എവിടെയോ പിഴച്ചു പറ്റുന്നൊക്കെ മാഡം പറയുന്നുണ്ടല്ലോ. മാഡം അത്ര വലിയ ഇതൊന്നും ആവണ്ട. മാഡം പ്രസവിച്ച ആ കുഞ്ഞ് എന്തിയെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെയുള്ള കുറേ കടുത്ത ചോദ്യങ്ങളാണ് വൈജയന്തിയോട് അലീന ചോദിക്കുന്നത് കേട്ടോ. വൈജയന്തിയുടെ ഫുൾ റിലേ പോണ സീനും കാര്യങ്ങളെയാണ്. പക്ഷെ ഒരിക്കലും അലീന ഞാൻ മാഡത്തിൻ്റെ മകളാണെന്നല്ല, ആ മകളെപ്പോലെ കരുതിക്കൂടെ എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അലീന ഈ 22 വർഷം മുന്നേ നടന്ന വൈജയന്തിയുടെ കഥകൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് വൈജയന്തിയുടെ ആ ഉള്ളിൽ തോന്നിയൊരു പേടി.
അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഇനി നാളെയും മറ്റന്നേയും വരുന്നത് ഏകദേശം ഞാൻ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അലീന പോകുന്നത് ഓർത്തിട്ട്. ബാലചന്ദ്രന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ബാലചന്ദ്രൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, സ്റ്റാൻലി വിളിച്ചിട്ട് എനിക്ക് മകളായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവളെ എൻ്റെ മകളായിട്ട് എനിക്കപ്പോൾ ചേർത്ത് പിടിക്കാമല്ലോ, എൻ്റെ മകളായിട്ട് എല്ലാ സ്വാതന്ത്ര്യവും ലാളനയും കൊടുത്ത് എനിക്ക് അവളെ വളർത്താലോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ബാലചന്ദ്രന് വരുന്നുണ്ട്. പിന്നെ മനു, അതുപോലെ രോഹിത്, ബബിത, കൃഷ്ണമോള് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് അലീന പോകുന്നതിൻ്റെ. മുത്തശ്ശിക്കും അതുപോലെ തന്നെ. പിന്നെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു, നിൻ്റെ ഗംഗാധരൻ അങ്കിളും ശിവൻ അങ്കിളും ഒക്കെ ചേർന്നിട്ട് നിനക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലീന ചോദിച്ചു, എന്ത് ഓഫർ അച്ഛാന്ന് ചോദിച്ചു. അതായത് 25 ലക്ഷം രൂപയും ഒരു ഫ്ലാറ്റും അത് മേടിച്ച് ഇടങ്ങ് എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞു, ഒരു ഫ്ലാറ്റും വേണ്ട, ഒരു 25 ലക്ഷം രൂപയും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഈ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ കാണണം, കൂടപ്പിറപ്പിളെ കാണണം, എനിക്കൊരു അച്ഛനെ കിട്ടി, അത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. എനിക്കത് മതി, അതിൽ കൂടുതലായിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കെപ്പോഴും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ എൻ്റെ ബ്രിജാമ്മ, അവരെ വളർത്തിയ അലീനെ വളർത്തി വലുതാക്കിയ ആ ഒരു അമ്മ, ആ ഒരു സ്നേഹം മാത്രം മതി അച്ഛാന്ന് പറഞ്ഞു. പിന്നെ എവിടെയെങ്കിലും ഒരു ജോലി എടുക്കുക, ഒരു ചെറിയ ശമ്പളം കിട്ടുക, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ആഗ്രഹമൊന്നും ഈ അലീനയുടെ മനസ്സിലില്ല എന്ന് പറയുന്നുണ്ട്. അവളുടെ വാക്കുകൾ പോലും ബാലചന്ദ്രനെ വല്ലാണ്ട് അങ്ങ് ഫീൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിനെ വല്ലാണ്ട് ഒലിപ്പിക്കുന്ന രീതിയിലാണ് അലീനയുടെ ആ സംസാരമൊക്കെ. അങ്ങനെ ഇനി വരും ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഇമോഷൻ സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കല്ലേ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ആ ഒരു ട്വിസ്റ്റ്, നമ്മുടെ അലീന ഇറങ്ങുന്നതും നമ്മുടെ വൈജയന്തി കയറി വരുന്നതും ബാലചന്ദ്രനുള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും. അങ്ങനെ നമ്മൾ സ്റ്റാൻലി ആദ്യമായിട്ട് അലീനയെ കാണുന്ന നിമിഷം ഒക്കെ വരുന്നുണ്ട്. തൻ്റെ സ്വന്തം അമ്മ ചിന്നമ്മയുടെ അതേ മുഖച്ഛായ തന്നെ, ഇനിയൊരു DNA ടെസ്റ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല. തൻ്റെ അമ്മ എങ്ങനെയാണോ സ്റ്റാൻലിയുടെ അമ്മ, അത് തന്നെയാണ് അലീന, അതിനൊരു മാറ്റവും ഇല്ല. ആ ഒറ്റ നോട്ടത്തിൽ തന്നെ സ്റ്റാൻലി തൻ്റെ മകളാണ് ഇവളെന്നുള്ളത് അങ്ങ് ഉറപ്പിച്ച് അടിവരയിട്ട് വെച്ചു കേട്ടോ. അങ്ങ് ആ രംഗങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ആരും മറന്നുപോയില്ലേ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഈ സബ്ബ് എന്ന് എപ്പോഴും പറയുമ്പം ബോറാണെന്നറിയാം, പക്ഷേ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലേ നമ്മുടെ ഒരു സബ്ബ് കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയണത് കേട്ടോ. അതോടൊപ്പം വേറെന്താണ് നല്ല വിശേഷം, ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.